പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിനെ കോളേജ് പരിസരത്ത് 4 വെച്ച് SFI നേതാക്കളുടെ നേതൃത്വത്തിലുള്ള സംഘം മർദ്ദിച്ചതായിട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരം. കോളേജ് ഹോസ്റ്റലിലെ നടുമുറ്റത്ത് വെച്ചും കോളേജ് ഹോസ്റ്റലിൽ വെച്ചും ഹോസ്റ്റലിന് സമീപത്തെ കുന്നിൽ വെച്ചും ഡോർമെറ്ററിക്ക് അകത്ത് വെച്ചും മർദ്ദിച്ചു എന്നതാണ് വിവരം. SFI കേരളത്തിൽ ലഹരി കൊണ്ട് കെട്ടിപ്പൊക്കിയ മുടക്കോഴി മലകളായ ഹോസ്റ്റലുകൾ ജനങ്ങൾ ഇടിച്ചു നിരത്തണമെന്നതാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത്. സാഹചര്യ തെളിവുകൾ ഉണ്ടായിട്ടും ഗൗരവമായിട്ട് കാണാൻ പോലീസ് തയ്യാറായില്ല എന്നുള്ള വിമർശനവും ഇപ്പോൾ ഉയരുന്നുണ്ട്. ഇത് വയനാട്ടിലെ മാത്രം കഥയല്ല. കേരളത്തിലെ പല ക്യാമ്പസ് ഹോസ്റ്റലുകളിലും പുറത്തുവരാത്ത ഇതുപോലുള്ള പല കഥകളും ഉണ്ട് എന്നതാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയായ അബിൻ വർക്കി പറയുന്നത്. യൂണിവേഴ്സിറ്റി ഹോസ്റ്റലുകളിലും അതുപോലെ മഹാരാജാസ് ഹോസ്റ്റലിലുമൊക്കെ ഇതിന്റെ പല ആവർത്തനങ്ങളും നടക്കുന്നുണ്ടെന്നും അബിൻ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ മാതൃഭൂമി ചാനലിൽ നടന്ന ചർച്ചയിൽ ഏറെ വൈകാരികമായിട്ടായിരുന്നു അബിൻ വർക്കി പ്രതികരിച്ചത്. ഈ മരണത്തിന് കൂട്ടുനിന്ന അധ്യാപകരെ കാത്തിരിക്കുന്നത് തൂക്കുകയറായിരിക്കുമെന്നും സിദ്ധാർത്ഥിന്റെ നീതിക്കായി ഏതറ്റം വരെ പോരാടുമെന്നും അബിൻ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ വാക്കുകളിലേക്ക് ഞാൻ പറഞ്ഞത് ആ കോളേജിലെ അധ്യാപകരെ കുറിച്ചാണ്. ഈ ക്രൂരകൃത്യം നടന്നതിന് ശേഷം 18-ാം തീയതി ഈ ആത്മഹത്യ എന്ന് ഇവർ പറയുന്ന ഈ വിഷയം നടന്നതിന് ശേഷം ഒരു പരാതി റേസ് ചെയ്ത് 19-ാം തീയതി അത് ഫയലിൽ സ്വീകരിച്ച് 20-ാം തീയതി ഇന്റേണൽ കമ്മിറ്റിക്ക് കൊടുത്ത് 26-ാം തീയതി ഒപ്പിട്ട അധ്യാപകരുണ്ടല്ലോ, ആ അധ്യാപകർ മനസ്സിലാക്കിക്കോ, ഈ ചർച്ച കേൾക്കുന്ന ഡീനും അധ്യാപകരും മനസ്സിലാക്കിക്കോ, ഇരട്ട ജീവപര്യന്തം കഴിഞ്ഞ ദിവസം വിധിച്ചു. വധശിക്ഷയിൽ കുറഞ്ഞത് ഒന്നും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നില്ല. ഏത് തരത്തിലുള്ള നിയമ നടപടിക്കും ഞങ്ങൾ പോകുമെന്ന് പറയാൻ ആഗ്രഹിക്കുക. അല്ല, ഞാൻ വൈകാരികമാകും. ഒരു ചെറുപ്പക്കാരനെ പച്ചയ്ക്ക് അവിടെ ആക്രമിച്ച് 16-ാം തീയതിയും 17-ാം തീയതിയും ആക്രമിച്ച് കൊലപ്പെടുത്തി നഗ്നനാക്കി മൂത്രം കുടിപ്പിച്ച് നിങ്ങൾക്കറിയോ? ആ ചെറുപ്പക്കാരന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവന്റെ വയറ്റിൽ ഭക്ഷണമൊന്നുമില്ല, തവിട് നിറത്തിലുള്ള ദ്രാവകം മാത്രമാണുള്ളത്. 3 ദിവസമായി പട്ടിണിക്കിട്ട് കൊലപാതകം ചെയ്ത് ആക്രമിച്ചിട്ട് ആ കോളേജിലെ ഡീനും അധ്യാപകരും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവരെയൊക്കെ നമ്മൾ എന്ത് പറയണം? വൈകാരികമാണ്.